മാസം കൊണ്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ്റെ കൊടുമ്പിരി കണ്ട ഒരു ചൂടാണ്. അപ്പം ഈ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുള്ള ആൾക്കാരുടെ ജനങ്ങളുടെ വിധിയും കുറേയൊക്കെ നമ്മൾ കേട്ടിട്ട് നമുക്കുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടുകളിൽ നിന്നും ഇപ്പം ഇനി ആരായിരിക്കും കേരളത്തിൽ തുടർഭരണമാണോ അതോ കേരളത്തിൽ മാറ്റം വരുമോ, അല്ലെങ്കിൽ പുതിയ മൂന്നാം മുന്നണി അവരവരുടേതായിട്ടുള്ള കുറേ സ്ഥാനങ്ങൾ പിടിക്കുക, എന്തായിരിക്കും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതിൽ നിന്ന്? എനിക്ക് തോന്നുന്നത് UDF അധികാരത്തിൽ വരുന്നതാണ്. കാരണം 10 വർഷം LDF ഭരിച്ചു, ഇനി UDF അവസരം കൊടുക്കാമെന്ന് ജനങ്ങൾ വിചാരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയത്, ഞാൻ ആളുകളോട് സംസാരിച്ചപ്പം UDF ഭരണം കൊടുക്കാൻ തക്ക ഒന്നും അവരുടെ കയ്യിലില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. പക്ഷേ LDF ഇനി കൊടുത്താൽ വലിയ അപകടമാണെന്നും അവർക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDF ഒരു അവസരം കൊടുക്കാമെന്ന് ഉള്ള രീതിയിലേക്ക് ചിന്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് കഴിഞ്ഞ തവണത്തെ പോലെയോ അല്ലെങ്കിൽ VD സതീശൻ പറഞ്ഞതുപോലെ ഒരു 100 സീറ്റോ അതൊന്നും ഉണ്ടാവില്ല, ടൈറ്റ് ആയിരിക്കും. ഒരു ഉമ്മൻചാണ്ടി ഭരണം കയറിയ പോലെ 72, 74 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും സീറ്റ് കിട്ടാനുള്ള സാധ്യത. കാരണം ഒരുപാട് LDF അടിയുറച്ച വോട്ടുകൾ ഇപ്പോഴും മുന്നോട്ട് പോകാൻ സാധ്യതയല്ല. അത് കൃത്യമായിട്ട് അവർ ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ കാറ്റ് UDF അനുകൂലമായിട്ട് വീശാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനിയും 5 വർഷം കൂടി LDF ആണ് വരുന്നതെങ്കിൽ കോൺഗ്രസ് ഇല്ലാതായി പോകുമോ എന്നൊരു ഭയം പൊതുവെ കേരളത്തിലുണ്ട്. കാരണം കോൺഗ്രസിന് ഭരണം ഇല്ലാതാവുകയാണ്. കോൺഗ്രസ് കഴിഞ്ഞ 10 വർഷമായിട്ട് അവർക്ക് ഭരണമില്ല. അതുകൊണ്ട് തന്നെ അവരെ പാർട്ടി ക്ഷയിക്കുന്ന രീതിയിലേക്ക് എത്തുകയാണ്. അവരെ പിടിച്ചു നിർത്താൻ അവർക്ക് പാർട്ടി ക്ലാസ്സുകളോ. ഒരു ചോദ്യം, അങ്ങനെ ക്ഷയിക്കുന്ന ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ വിധിയെഴുത്ത് മാറാൻ സാധ്യത? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPയുടെ വളർച്ചയാണ്. BJP എന്ന് പറഞ്ഞൊരു മൂന്നാം മുന്നണിയായിട്ട് വളരുകയാണെങ്കിൽ കോൺഗ്രസ് ഇവിടെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. BJPയുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്, BJP കൃത്യമായിട്ട് കോൺഗ്രസിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെയല്ല അവർ അറ്റാക്ക് ചെയ്യുന്നത്, കോൺഗ്രസിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ BJPക്ക് വിരുദ്ധമായിട്ട് ചിന്തിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ CPM കൃത്യമായിട്ട് പണിയെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ജനങ്ങളുണ്ടെങ്കിൽ ഈ തവണ അവർ UDF മാറ്റിക്കുത്തുന്നതാണ് എനിക്ക് മനസ്സിലായത്. പലരും ഇത് തുറന്ന് സമ്മതിക്കാൻ മടി കാണിക്കുന്നുണ്ട് ജനങ്ങൾ. നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ പലരും ഈ ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം പറഞ്ഞ വാക്കുകളിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനിയും ഇവരാണ് ഭരിക്കുന്നതെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ചേച്ചിക്ക് എന്താ തോന്നുന്നത്? എൻ്റെ ഒരു മാരകമായിട്ടുള്ള പ്രഡിക്ഷൻ ആയിരിക്കും ചിലപ്പോൾ. എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ട് കേരളത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കും ചിലപ്പോൾ. നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇന്നേ വരെ ഇല്ലാത്തൊരു റിസൾട്ട് ആയിരിക്കും ഒരു പക്ഷേ നമ്മളെ കാത്തിരിക്കുന്നത്. എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു 2011 മുതലുള്ള ഇലക്ഷൻ ഞാൻ പേഴ്സണലി വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അന്ന് മുതലുള്ള നമ്മുടെ ഒരു സാഹചര്യം എപ്പോഴും നമ്മൾ പരിശോധിച്ചാലേ എപ്പോഴും ഇടതുപക്ഷത്തിന്റെ ട്രെൻഡ് ഉണ്ടെങ്കിൽ കേരളത്തിൽ അത് കാണാൻ പറ്റും. പക്ഷെ ഇത്തവണ സൈലൻസ് ആണ്. ഒരു നാട്ടിലൊരു സൈലൻസ് ഉണ്ട്. ഈ സൈലൻസ് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? അപ്പൊ മുമ്പ് ഒക്കെ പറയായിരുന്നു ഈ കൂടുതൽ വോട്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ UDF ജയമാണ്, LDF ആകുമ്പോൾ എപ്പോഴും ഒരു വോട്ടിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കും, മൊത്തം പോളിംഗ് ശതമാനം എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ അത്തരം കാര്യങ്ങളൊന്നും വിശ്വസിക്കില്ല. അതൊക്കെ കഴിഞ്ഞ തവണയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കഴിഞ്ഞ തവണത്തെ റിസൾട്ടൊക്കെ അതിൽ നിന്നൊക്കെ എത്രയോ മാറിയൊരു റിസൾട്ടായിരുന്നു. പക്ഷെ അപ്പോഴും കഴിഞ്ഞ തവണ തുടർഭരണം വരുന്ന ആരും പ്രതീക്ഷിച്ചില്ലെങ്കിൽ പോലും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതൊരു എഡ്ജ് ഉണ്ടെന്ന്. കാരണം UDF ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളുടെയും നറേഷൻ തകർന്നു പോകുന്ന ഒരു അതുപോലത്തെ ഒരു PR. കാരണം ആ ഭരണവർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ്, നമ്മുടെ നാട്ടില് പ്രതിസന്ധികൾ വന്നു, അവിടെ ഒരു നായകൻ വന്നു. അതാണ് ഒരു കൺസെപ്റ്റ് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ആൾക്കാരെ സംബന്ധിച്ചിട്ട്. 2018, 2019 2 പ്രളയങ്ങൾ കേരളം ഇന്നേ വരെ കാണാത്തൊരു സിനാരിയോ. അത് കഴിഞ്ഞിട്ട് കോവിഡ് ശബരിമലയൊക്കെ അവിടെ ഒളിച്ചുപോയി. ഒരു വലിയ വേറൊരു പ്രശ്നങ്ങളെല്ലാം വരുന്ന സമയത്ത് ആളുകളെ സംബന്ധിച്ചിട്ട് ഈ ബാക്കിയുള്ള അഴിമതി ആരോപണങ്ങളും സ്വർണ്ണക്കൊള്ള വിവാദവും ഒക്കെ വരുന്നുണ്ടെങ്കിലും, സ്വർണ്ണങ്ങളെല്ലാം മറ്റേ സ്വർണ്ണക്കടത്ത് വിവാദം ഒക്കെ വരുന്നുണ്ടെങ്കിലും ഒക്കെ അതെല്ലാം മായ്ക്കുന്ന രീതിയിലുള്ളൊരു വലിയ നറേറ്റീവ് LDF മുന്നിൽ വളരെ സ്ട്രോങ് ആയിരുന്നു. പക്ഷെ ഇത്തവണ വികസനം എന്നുള്ളതല്ലാതെ ഒരു നറേഷൻ
മുന്നോട്ട് വയ്ക്കാൻ LDFന്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ വികസനം എങ്ങനെയുണ്ട്? മറ്റൊരു അതായത് കാര്യമുണ്ട്. വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ ആൾക്കാർ ഇതിനകത്ത് ഭയങ്കര സ്റ്റഡീഡാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മളെക്കാളും ഒരു കാര്യത്തെക്കുറിച്ച് ധാരണ ഉണ്ടാവും നമ്മൾ പുറത്ത് പോയി ഗ്രൗണ്ടിൽ പോയി ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത്. അപ്പം പെൻഷൻ ഒക്കെ, ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു, ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു, ആൾക്കാർ ചോദിക്കുന്നത് പെൻഷൻ നമുക്ക് കിട്ടേണ്ടതല്ലേ, ഇല്ലെങ്കിൽ നിങ്ങളത് പ്രഖ്യാപിക്കേണ്ടതില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ കാര്യം. വികസനം എന്ന് പറയുന്നത് ആൾക്കാർ വളരെ സ്റ്റഡിയാണ്. ആൾക്കാർ നമ്മളെടുത്ത് തിരിച്ചു ചോദിക്കുകയാണ്, കിഫ്ബിയിലെ പൈസ എടുത്ത് ആ ഫണ്ടിൽ നിന്ന് നിങ്ങൾ ഈ നിർമ്മാണം ചെയ്യുന്നു, ഈ നിർമ്മാണം ശരിക്കും ഞങ്ങളുടെ കേരളത്തിന്റെ കടമല്ലേ എന്നാണ് ചോദിക്കുന്നത്. നമ്മളടുത്ത് വളരെ കൃത്യമായി ചോദിച്ച കാര്യമാണ്. അതായത് ഈ കിഫ്ബി എന്നാണ് സ്കൂളുകൾ നിർമ്മിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയില്ല. പാലങ്ങൾ പൂർത്തിയാക്കാനുള്ള പാലങ്ങളൊക്കെ ഒരുവിധം പൂർത്തിയാക്കിയ റോഡുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇതാണല്ലോ കിഫ്ബിയാണ്. അപ്പൊ ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ട് കാണുമായിരിക്കും നിങ്ങൾ. പരസ്യം ചെയ്യുന്നതിൽ, അത് ഡിജിറ്റൽ പരസ്യം നിങ്ങൾ ചെയ്യുന്നതിൽ, സോഷ്യൽ മീഡിയയിലും മറ്റും ഉൾപ്പെടെ പരസ്യം ചെയ്യുന്നതിൽ കിഫ്ബിയാണ് പൈസ കൂടുതൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെലവാക്കിയിട്ടുള്ളത് കിഫ്ബിയാണ്. കിഫ്ബി എന്ന് പറഞ്ഞാൽ അപ്പൊ ആരുടെ പൈസയാണ്? ഞാൻ പറഞ്ഞത് ഇതൊക്കെ പബ്ലിക് സ്പേസിലേക്ക് വരികയാണ്. പണ്ടത്തെ മാതിരി ആൾക്കാർ ഇതിനെ കുറിച്ച് അജ്ഞരല്ല. ഇതെല്ലാം ഒന്നിലെ പമ്പ് ചെയ്ത് കൊടുക്കാൻ ആൾക്കാരുണ്ട്, ഇല്ലെങ്കിൽ ആൾക്കാർ ഇതിനെ കുറിച്ച് മാറി ചിന്തിക്കുന്നുണ്ട്. ഇതെന്താണ് സംഭവം, അവെയറാണ്. അപ്പൊ സോഷ്യൽ മീഡിയ വഴിയുള്ള സംഭവങ്ങളൊക്കെ ആൾക്കാരെ എത്തിക്കുന്നുണ്ട്, ആൾക്കാർ ചോദ്യം ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. അപ്പൊ അതൊന്ന്. രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമല വിവാദം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ചില കമ്മ്യൂണിറ്റീസിന്റെ ഇടയ്ക്കെല്ലാം ഭയങ്കരമായ രീതിയിൽ ഹേർട്ട് ചെയ്ത സംഗതി. അതായത് യുവതി പ്രവേശം പോലും അവർ മറന്നു, പല കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് വരും, നമ്മളത് പറഞ്ഞ മാതിരി. പക്ഷേ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന സംഗതി ഉണ്ടല്ലോ, അത് അവരുടെ ഇമോഷനെ തൊട്ടതാണ്. വൈകാരികമായിട്ടാണ് ആൾക്കാർ ആ പ്രശ്നത്തോട് പ്രതികരിക്കുന്നത്. പക്ഷെ അവരുടെ ഒരു പ്രതികരണ ടൈം അങ്ങ് കഴിഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ അങ്ങനെ വലിയ കാര്യമായിട്ട് ഇത് എഫക്ട് ചെയ്യില്ല എന്ന് ചോദിക്കും. പക്ഷെ ആൾക്കാരുടെ ആ മുറിവെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ റൂട്ടഡാണ്. അതായത് ഇമോഷനെയാണ് അവർ ടച്ച് ചെയ്തത്, അല്ലാതെ അവരുടെ അതിന് നമ്മൾ കണക്കാക്കാതെ കൊണ്ട് ആവശ്യമില്ല. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആ ഇമോഷന്റെ കൂടെ ആണെങ്കിൽ അത് വോട്ടിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. പക്ഷെ അവിടെയാണ് അത് ആർക്കാണ് പിന്നെ സാധ്യത പോവാന്നുള്ളത്. പിന്നെ നമ്മൾ കണ്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ, ഈ ട്രെൻഡ് എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷങ്ങളുടെ, അതായത് ന്യൂനപക്ഷം ആണ് കഴിഞ്ഞ രണ്ടാം തുടർഭരണത്തിനും കാരണമായതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള വോട്ടിംഗ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ടിംഗ് ബാങ്ക് തന്നെയായിരുന്നു. അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രമാണ് ഇവർ ജയിച്ചതല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് വളരെ നിർണായകമായിരുന്നു. അതാണ്. അപ്പോൾ ആ ന്യൂനപക്ഷ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞ സംഭവം കേരളത്തിലുടനീളം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യം. അതായത് ഇത് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴെല്ലാം നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും നമ്മളൊരു ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കുമ്പോൾ ന്യൂനപക്ഷത്തിന്റെ ഒരു ട്രെൻഡ് വളരെ അനുകൂലമാണ്. എന്ന് മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്ക് മറ്റൊരു ഭയപ്പാട് കൂടിയുണ്ട്, ഇവിടെ BJP വരുമോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭയപ്പാട് പല മണ്ഡലങ്ങളിലും പോകുമ്പോൾ ഇവർ വല്ലപ്പോഴേ നമ്മളടുത്ത് മിണ്ടുള്ളൂ. പക്ഷെ പ്രതികരിക്കുന്ന സമയത്ത് തന്നെ ഇവർ പറയുന്ന കൺസേൺ ഇവിടെ BJP വരുമെന്ന് ആൾക്കാർ പറയുന്ന അങ്ങനെ ഒരു ഭയം ഉള്ളിടത്തോളം കാലം, കാരണം അവരെ വിഭാഗീയമായി ഒറ്റപ്പെടുത്തുന്ന മുമ്പത്തെ BJP കാണിക്കാത്ത രീതിയിൽ ഇപ്പോഴത്തെ കേരളത്തിലെ BJP നേതൃത്വത്തിൽ നിന്ന് തന്നെ വിഭാഗീയ പരാമർശങ്ങളും വർഗീയതയും ഒക്കെ മുന്നോട്ട് വരുന്ന സമയത്ത് ഇവർ വളരെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരെല്ലാം ജമായത്തെ ഇസ്ലാമി SDP എന്നൊക്കെ പറഞ്ഞ് തമ്മിൽ തല്ലാണ്. ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഇത്രത്തോളം ജമായത്തെ ഇസ്ലാമിക്കാരും ഇത്രത്തോളം SDPക്കാരും ഉണ്ടാകും നമുക്ക് സംശയമുണ്ട്. കാരണം ഇതൊക്കെ ഉണ്ടാവും, ചില ബെൽറ്റുകളിൽ വളരെ സ്ട്രോങ് ആണ്. പക്ഷെ ഇത് കേരളത്തെ മുഴുവൻ ബാധിക്കാൻ പോകുന്ന ന്യൂനപക്ഷത്തിന്റെ വോട്ട് എന്ന് പറഞ്ഞാൽ ജമായത്തിന്റെ വോട്ടാണ് ഇല്ലെങ്കിൽ SDP വോട്ടാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. അത് സാധാരണ മനുഷ്യരെ, അത് ബേസിക്കലി അവരുടെ ഒരു അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന, ഐഡന്റിറ്റി ചോദ്യം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവർ ചെയ്തോണ്ടിരിക്കുന്നത്. അവരങ്ങനെയാണ് പരസ്യം പോലും ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ഇവര് കാലം കുറെ ആയി തുടങ്ങുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാരെ സംബന്ധിച്ചിട്ട് അവരുടെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടല്ലോ, ഇത് വന്നാൽ പ്രശ്നമാവുമല്ലോ, പിന്നെ ഞങ്ങൾക്ക് നിൽക്കാനുള്ള സ്പേസ് ഏതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതിനോട് യോജിക്കും. കാരണം വർഗീയ പരാമർശങ്ങളിൽ CPM ഈ അടുത്ത കാലത്തമായിട്ട് ഇപ്പം ഉണ്ടായിരിക്കുന്നുണ്ടെങ്കിലും കുറച്ച് നാളായിട്ട് ഒരു നിലപാട്, പ്രത്യേകിച്ച് SNDPയും വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും തമ്മിലുള്ളത് ഭൂരിപക്ഷ സമുദായങ്ങളെ, സുകുമാരൻ നായരും, അതായത് പല കാര്യങ്ങൾ അവർ മാറ്റിയിട്ടുണ്ട്, നിലപാട് പലതും മാറ്റിയിട്ടുണ്ട്. അതായത് വോട്ട് വഴുതിപ്പോയ ആൾക്കാരെ എല്ലാം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുമ്പോൾ അവിടെ ന്യൂനപക്ഷത്തെ കണക്കാക്കുന്നതേ ഇല്ല. അപ്പൊ ഇവരെയാണ് ഇവര് കൂടെ നിർത്താൻ നോക്കുന്നതെന്ന്. പിന്നെ പരാമർശങ്ങൾ, വിവാദ പരാമർശങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ അറിയില്ല. ഇതൊരു പരസ്യ പരാമർശമായിട്ട് പോലും വരില്ല. എപ്പോ
വേറൊരു ട്രെൻഡ് ഉള്ളപ്പോൾ ആ ട്രെൻഡ്, ആ സൈലൻസ് ഇല്ലേ, അതാണ് കേരളത്തിന്റെ വിധി എപ്പോഴും തീരുമാനിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണയും സൈലന്റ്, പക്ഷേ ഇടതുപക്ഷത്തിനൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ആ ട്രെൻഡിനൊപ്പം തന്നെയാണ് ന്യൂനപക്ഷത്തിന്റെ കൺസോളിഡേഷനും കൂടെ വരുന്നതെങ്കിൽ ഇവിടെ ഞാൻ എനിക്ക് തോന്നുന്നു, ഞാൻ ഈ ചർച്ചയുടെ അവസാനത്തിൽ ഞാൻ ഒരു കണക്ക് പറയാം. അത് ഒരു മാരകമായ പ്രവചനമായിരിക്കും, പക്ഷേ അങ്ങനത്തെ ഒരു ട്രെൻഡ് കേരളത്തിൽ ഉണ്ടെന്നുള്ള ക്ലിയർ സ്വീപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. ആ സ്വീപ്പ് ഓഫിൽ ഇന്ന സ്ഥാനാർത്ഥികളൊന്നില്ലാതെ UDF-ന്റെ ഭാഗത്തേക്ക് ഇത് പോകുന്ന ഒരു സാന്ത്വനമാണ് എനിക്ക് നിലവിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. എന്താ പറയാ? എനിക്ക് തോന്നുകയാണെങ്കിൽ LDF അത്രമാത്രം അടി പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചില MLA-മാരൊക്കെ പേഴ്സണലി എടുക്കുകയാണെങ്കിൽ ആളുകൾക്ക് ഫേവറേറ്റ് ആണ്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ അത്രമാത്രം വലിയൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ ഭയങ്കര ആളുകളങ്ങനെ ഡെസ്പറേറ്റ് ആണെന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യാത്തൊരു സാധനമുണ്ട്. പിന്നെ ഒരുപാട് ആളുകളും വികസനം, ഇപ്പൊ ഈ കിഫ്ബിന്ന് എടുത്തത് തന്നെ ആണെങ്കിൽ പോലും അതിന് വികസനമായിട്ടാണ് നാട് നന്നായി എന്ന ആളുകൾ വിചാരിക്കുന്നുണ്ട്. പിന്നെ BJP എതിർക്കാൻ ശക്തരായിട്ടാകെ നമുക്ക് ഉള്ളത് LDF ആണെന്നൊരു പൊതു ബോധമുണ്ട്. അറ്റ് ദ സെയിം ടൈം ഭയങ്കരമായിട്ട് ഒരു BJP ചായ്വ് കാണിക്കുന്ന ആളുകള് വീണ്ടും നമ്മൾ LDF ഇപ്പൊ ഈ പറയുന്ന പോലെ ചില വർഗീയ പരാമർശങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ട് കൂടി തന്നെ LDF-ന് വോട്ട് ചെയ്യാനൊരു സാധ്യതയുണ്ട്. അതായത് UDF വന്നാൽ മുസ്ലിം ലീഗൊക്കെ ഉള്ളത് കൊണ്ട് അവർക്കൊരു പ്രയോറിറ്റി വന്നാലോ എന്നുള്ള ചിന്തയിലും ഒരു പക്ഷേ അവർക്ക് വോട്ട് പോവാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. KR പറഞ്ഞ പോലെ, KR പറഞ്ഞല്ലോ, ഒരു എന്താണ് ഇവര് വളരെ ഒരു തരംഗം കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് വളരെ ഇതായിട്ടുള്ള ഒരു ടോക്കിൽ വേണം പറയാം, പുലി പതുങ്ങുന്നത് വളരെ വേഗത്തിൽ കുതിക്കാനായിരിക്കും. ചിലപ്പം ഹർഷ പറഞ്ഞ പോലെ LDF-ൽ ഇനി വീണ്ടും 3.0 വരാൻ സാധ്യതയുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന ജനനായകനെ അത്ര, അതായത് സോഷ്യൽ മീഡിയകളിൽ പോലും ഞാൻ ഇന്നലെ ഒരു റീല് വളരെ ഇതായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ ചെറുപ്പകാലം തൊട്ട് അദ്ദേഹം പഠിക്കുന്ന സമയത്തും ജോലി ചെയ്ത് പഠിച്ച വളരെ കഷ്ടപ്പാടിൽ നിന്ന് ഉയർന്നു വന്നൊരു മനുഷ്യൻ പിന്നീട് 18 വർഷത്തോളം ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട്, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരു മനുഷ്യൻ ഏറ്റവും വളരെ ചെറിയ പ്രായത്തിൽ MLA ആയി ഒരുപാട് പോലീസ് തല്ലിച്ചതച്ചതും അതുപോലെ തന്നെ ആ രക്തക്കറകൾ പുരണ്ട അതുമായിട്ട് പാർലമെന്റിലേക്ക് വന്നിട്ടുള്ള ഒരു പിണറായി വിജയന്റെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം ഞാനിങ്ങനെ കണ്ടിരുന്നു. അല്ല, വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം വോട്ട് നേടുകയാണെങ്കിൽ ഇവിടെ BJP ഭരിക്കുകയായിരുന്നു. കാരണം മോദിക്ക് അത്രയും വ്യക്തിപ്രഭാവം ഉണ്ട്. അപ്പൊ പിണറായി വിജയന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമല്ല, പക്ഷേ അത് മാത്രമല്ല, ഈ റീസെന്റ് അവര് ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ അപ്പിയർ ആവുമ്പോൾ അവര് ഒരു കുറച്ച് പോളിഷ്ഡ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ വളരെ വളരെ സജീവമായി പോരാളികളെല്ലാം രംഗത്തുണ്ട്. പക്ഷെ നെഗറ്റീവ്സും ഉണ്ട്. ഇപ്പൊ ഗണേഷ് കുമാർ ഇരിക്കുന്ന വകുപ്പ് നമുക്കറിയാം. അപ്പൊ അദ്ദേഹം ആ വകുപ്പിന്റെ മന്ത്രിയായിട്ടിരുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും വലിയ കാര്യങ്ങളായിരുന്നു. ആ നിയമം വളരെ ശക്തമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രചരണത്തിൽ നമ്മളിപ്പോൾ കണ്ടതാ, അദ്ദേഹത്തിന്റെ പ്രചരണത്തിൽ യുവാക്കളെ ഹെൽമെറ്റ് ധരിക്കാതെ ബൈക്കിൽ വളരെയധികം സൗണ്ട് ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പം നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ആശാൻ അടുപ്പിലും ആവാം എന്നുള്ള അതാണ് ഇവിടെ കണ്ടുവരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു ജനനായകനെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ആ ജനനായകൻ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും ചെറുതല്ല. അപ്പം ഈ 3 പാർട്ടികളെ നമ്മൾ ഇപ്പം മൂന്നാം മുന്നണിയായിട്ടുള്ള BJP ആണെങ്കിലും UDF-ലാണെങ്കിലും LDF-ലാണെങ്കിലും ഇതുപോലെ ഓരോ ജനനായകനുണ്ട്. ഇപ്പോൾ UDF-ൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടിയുമ്മൻ. അദ്ദേഹത്തിന്റെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഫ്ലെക്സ് പോലും വെച്ചിട്ടില്ല. വളരെ സാധാരണക്കാരനെ പോലെ വളരെ, മാത്രമല്ല അദ്ദേഹവും കാപ്പനും ഒക്കെ മറ്റേ കലാശക്കൊട്ടിന്റെ പൈസയൊക്കെ സാധാരണക്കാർക്ക് കൊടുക്കാന്നുള്ള രീതിയിൽ. പിന്നെ തീർച്ചയായും അദ്ദേഹം മഴയത്ത് അദ്ദേഹത്തിന് ഉള്ള ഒരു പുതുപ്പള്ളിയിലൊന്നും വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. അത് അവര് ചില മണ്ഡലങ്ങളിൽ പണം ഇറക്കുന്നത് വെറുതെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പോ സുൽത്താൻ ബത്തേരിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. കാരണം IC ബാലകൃഷ്ണനെതിരെ വിവാദ പരാമർശം. ഇപ്പോഴത്തെ ബ്രഹ്മഗിരി നിൽക്കുന്നു, 2 എല്ലാവർക്കും IC ബാലകൃഷ്ണന്റെ പേരെ പറയാനുള്ളൂ. നമ്മൾ കാണുന്നതിൽ ഒരു 99% പേരും IC ബാലകൃഷ്ണൻ. അല്ല, അടിയുറച്ച മണ്ഡലങ്ങളാണെങ്കിലേ കുലുങ്ങാൻ ഇത്തിരി പണിയാണ്. ഞാൻ പോയപ്പോ പേരാമ്പ്ര ആയാലും നാദാപുരം ആയാലും ഒക്കെ ട്രെൻഡ് മാറുമോ എന്നൊക്കെ ചോദിച്ചാൽ പോലും അവിടെ എന്നോട് പറഞ്ഞൊരു പേരാമ്പ്രയിൽ പോയപ്പം അവിടെ പറഞ്ഞൊരാളുണ്ട്, TP അധികം സംസാരിക്കാറില്ല, ആളുകളോട് അത്രത്തോളം മയത്തോടെ സംസാരിക്കാൻ അറിയുന്ന ആളല്ല. പക്ഷെ ഫാത്തിമ തള്ളി അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. എങ്കിൽ പോലും കാര്യങ്ങൾ ചെയ്യാൻ TPക്ക് കഴിയും. കാര്യങ്ങൾ പുള്ളി കൃത്യമായിട്ട് ചെയ്യും. ഇപ്പം നമ്മൾ പറയില്ലേ, പിണറായി വിജയൻ വളരെ റഫാണ്, അങ്ങനെയാണ്, പുള്ളിക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ അറിയില്ല, ചിരിക്കില്ല എന്നൊക്കെ.
പുള്ളി ഇപ്പം കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്, എന്നാൽ പോലും അങ്ങനെ ഒരു പറച്ചിലുണ്ടായിരുന്നല്ലോ വർഷങ്ങളായിട്ട്. പക്ഷേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നും ജനങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ നോക്കുന്നതാണ്. ചിരി, കളി, പിന്നെ അങ്ങനെ അതൊന്നും ഒരു ഫാക്ടർ അല്ല. ഇപ്പം അവിടെ പോയപ്പോൾ മനസ്സിലാക്കിയത് ഷാഫി പറമ്പിൽ വടകരയിൽ ജയിച്ചു. അതിൻ്റെ ഒരു എഫക്റ്റ് ഈ മണ്ഡലങ്ങളിലേക്ക്, നാദാപുരത്തേക്കായാലും പേരാമ്പ്രയ്ക്കായാലും ഒക്കെ ഉണ്ട്. അപ്പോഴും പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥികൾ പാർട്ടിയുടെ അടിയുറച്ച മണ്ണാണ്. അവിടെ വേറൊരു കാര്യം അവർ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇതുവരെ. പിന്നെ ഈ 10 വർഷത്തെ ഭരണത്തിൽ ഇവരെന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചാലേ ഉള്ളൂ. എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത് മാത്രമൊന്നുമല്ല, നമുക്ക് കണക്കാക്കേണ്ട ഒരു സംഭവം CPM-ന്റെ ഉള്ളിൽ തന്നെ ഉൾപ്പൂര് ഭയങ്കര ശക്തമായിട്ടുള്ള സാഹചര്യമാണ്. അപ്പൊ ആ സമയത്ത് CPM-കാരിൽ കൂടുതൽ പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഞാൻ ആളുകളെ ഉൾപ്പെടെയുണ്ട്. അപ്പം സത്യത്തിൽ എന്റെ ഒരു പ്രൊഡിക്ഷൻ ഞാൻ ലാസ്റ്റ് പറയാം. ഹർഷക്ക് എങ്ങനെയാ തോന്നുന്നത്, എങ്ങനെയാണ് സീറ്റ്? എനിക്ക് തോന്നുന്നു ഒരു 65 LDF പിടിച്ച്, LDF 65-67 പിടിച്ച് അധികാരത്തിൽ തുടരുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അത് ശരിയായിരിക്കണം എന്നില്ല. ഞാൻ വിചാരിക്കുന്ന ഒരു നേരിയ ഭൂരിപക്ഷത്തിന് UDF-ന് തന്നെ അത് കിട്ടുമെന്നാണ്. നെക്ക് ടു നെക്ക് ഫൈറ്റ് ആയിരിക്കും. മറ്റേ വലിയ ഭൂരിപക്ഷമോ അങ്ങനെ ആളുകൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല. പക്ഷെ നല്ല മത്സരം നടക്കുകയും പിന്നെ ഒരു ഞാൻ പറഞ്ഞ പോലെ 2000 ഉമ്മൻചാണ്ടി സർക്കാർ കയറിയ പോലെ ഒരു ഇതിൽ നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ അഭിപ്രായത്തില് ഈ പറഞ്ഞ പോലെ കേരളത്തില് നമ്മള് മന്ത്രികളായിട്ടിരിക്കുന്ന ചിലർ പോലും ഒരു പക്ഷേ പരാജയപ്പെട്ട് പോകാൻ സാധ്യതയുള്ള ഒരു ഫലമായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്ന് എനിക്ക് ചില സാഹചര്യങ്ങളിൽ തോന്നുന്നുണ്ട്. LDF വലിയ പരാജയം നേരിടുന്നതാണ്. വലിയ പരാജയം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും ഈ മന്ത്രികളായിട്ടിരിക്കുന്ന വ്യക്തികളിൽ പോലും ഒരു പക്ഷേ അവർ പോലും ആ മണ്ഡലത്തിൽ വിജയിക്കാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള ഭൂരിപക്ഷം UDF-നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ നമ്മൾ പറഞ്ഞ സാധ്യത പോലെ രണ്ടുപേരും ഒരു കുറഞ്ഞ സീറ്റുകളുടെ വ്യത്യാസത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ്. മാരക പ്രൊഡിക്ഷൻ നടത്തുന്ന വെച്ച് കഴിഞ്ഞാൽ 110+ സീറ്റ് UDF-ന്. അതായത് VD സതീശൻ പറഞ്ഞ സത്യമാണെന്നാണോ? VD സതീശൻ 100 പറഞ്ഞുള്ളൂ, 110 പറഞ്ഞ പിണറായി വിജയൻ അല്ലേ? അപ്പൊ ഞാൻ ആ 110 ഇല്ലേ അത് ഇങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് 110+ സീറ്റ്, അതായത് 25-30 സീറ്റുകളിലേക്ക് LDF ഒതുങ്ങി പോകുന്ന ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഇത് എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ബാക്കി നമുക്ക് വ്യക്തിപരമായിട്ട് എനിക്കത് കേൾക്കുന്നതിൽ സങ്കടമുണ്ട്. എനിക്ക് സങ്കടമൊന്നുമില്ല, പക്ഷെ എനിക്ക് തോന്നുന്നില്ല, ഞാനത് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. നാളെ ഞാൻ എന്തായാലും അങ്ങനെ ഒരു പ്രൊഡിക്ഷനിൽ വെച്ച് നിൽക്കുകയാണ്. 25-30 സീറ്റുകളിലേക്ക് LDF ഒതുങ്ങി പോകുന്നത് 110+. പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള ആ സംഖ്യ UDF-ന് ഞാൻ കൊടുക്കുക, ആ നമ്പർ ഞാൻ UDF-ന് കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു മാരക പ്രൊഡിക്ഷൻ, അങ്ങനത്തെ ഒരു വിധി വരും എന്നുള്ളതാണ് എൻ്റെ. ജനങ്ങൾ അങ്ങനെ വിധി എല്ലാവരും ചോദിക്കാനിരിക്കുന്ന ഒരു ചോദ്യം കൂടെ ഞാൻ KR-നോട് ചോദിക്കട്ടെ. അങ്ങനെ UDF ജയിക്കുകയാണെങ്കിൽ ആരായിരിക്കും UDF-ന്റെ മുഖ്യമന്ത്രി? അതെനിക്കറിയാം, ഹൈക്കമാൻഡ് തീരുമാനിക്കണം. ജനങ്ങൾക്കൊന്നും ഒരു അഭിപ്രായവും ഇല്ല, അതിലാരുമില്ല. അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. VD സതീശനാണോ? അവര് തീരുമാനം എടുക്കും. ആ തീരുമാനം എടുത്തിട്ട് പിന്നെ അവർ ഉത്തരവാദിത്തോട് നടപ്പാക്കി പിന്നെ അവരുടെ കയ്യിലിരിക്കും. പിന്നെ അത് കുറച്ച് സമയം എടുക്കും. ഈ തവണ ഉണ്ടായ പോലെ സത്യപ്രതിജ്ഞയ്ക്കൊക്കെ ഇച്ചിരി സമയം എടുക്കും. അതെ, അങ്ങനെ കുറച്ചൊരു ഇതൊക്കെ ഉണ്ടാവും. നമുക്ക് സമയമുണ്ട്. നമുക്ക് ഒരു മാസം ഇല്ലെങ്കിലും ആ മാസത്തിനടുത്ത് സമയമുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രഡിക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം.